ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വെളുപ്പിനിറങ്ങി ഒരു ഓട്ടം ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ കേസാണ്. എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയാണ് പോവേണ്ടത്. അപ്പോൾ കസ്റ്റമേഴ്സ് എത്തി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്കപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിലോട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ. അവിടെ രാവിലെ നമുക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇവിടെ കൊണ്ടാക്കി. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ഇവിടെ നല്ല ഫൗണ്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രിവാൻഡ്രം പോകണം. അപ്പം കൊച്ചി ടു ട്രിവാൻഡ്രം കാഴ്ചകൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. യൂബർ ഓൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ടെങ്ങാനും ട്രിപ്പ് വല്ലതും കിട്ടിയാലോ. അപ്പോൾ അത് നോക്കണം. പിന്നെ അതെല്ലാം മുൻപ് CNG അടിക്കണം. CNG 2 പോയിന്റേ ഉള്ളൂ. അവിടെ നിന്ന് ഫുൾ ടൈം അടിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് CNG അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് CNG അടിക്കണം. ഇവിടെ ഒരു 4 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു പമ്പ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്നങ്ങോട്ട് പോയി നോക്കാം. നല്ല പ്രഷർ ഉണ്ടായാൽ മതിയായിരുന്നു. ആസ്റ്റർ മെഡിസിറ്റി എത്തുന്നതിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജാണ്. താഴെ മീൻ വലയൊക്കെ ഇടുന്ന ഇതുണ്ട്. എന്തായാലും ഇനി CNG അടിക്കാൻ പോകാം. പറവൂര്, ആലുവ, വൈറ്റില എല്ലാം ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ CNG അടിച്ചു. വലിയ പ്രഷറില്ല, 190 ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വല്ല പമ്പും അത്ര സുഖകരമുള്ള പമ്പല്ല. പിന്നെ CNG അടിച്ചു. ഇവിടെ 99 രൂപ 50 പൈസയാണ് CNG. നമ്മുടെ നാട്ടിൽ 96 രൂപ 50 പൈസ. ഇവിടെ കൊച്ചിയിൽ 99 രൂപ 50 പൈസ. എൻ്റെ അമ്മോ, 3 രൂപയുടെ വ്യത്യാസം. അപ്പോൾ എന്തൊക്കെയായാലും നമുക്കിനി ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വന്നതുപോലെ തിരിച്ചിവിടെ നിന്ന് നേരെ ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെ കയറി നേരെ കഴക്കൂട്ടം, ട്രിവാൻഡ്രം അങ്ങനെ പോകാം. അപ്പോൾ എന്തായാലും ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ മണി 10 ആയി. പക്ഷെ എന്നാൽ ഇവിടെ വെയിൽ ഇല്ല, ഭയങ്കര മൂടിക്കെട്ടാണ്.
ഇങ്ങോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നു. ഏതാണ്ട് എറണാകുളം സിറ്റി റൂറൽ ലിമിറ്റിൽ കയറിയപ്പോഴാണ് മഴ പെയ്തത്. അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഇവിടെയും ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ ആയി നമ്മളെ അന്നൊരു വീഡിയോ ഇട്ടത് വല്ലതായി. ഇവിടെ മണ്ണെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ചെടികളെല്ലാം മുളച്ച് ഇതാ കണ്ടല്ലോ, റൈറ്റ് സൈഡ് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെയും കാര്യങ്ങൾ. ഈ റോഡ് പണിയൊക്കെ ഇനി എന്ന് തീരുമോ എന്തോ. ഇതൊക്കെ ആയാലും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നെപ്പോഴും പറയുമല്ലോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കാം. റോഡൊക്കെ നല്ല റോഡൊന്നും പറയാനില്ല. എല്ലാം പൊട്ടിയും പൊളിഞ്ഞൊക്കെ തന്നെയാണ് കിടക്കുന്നത്. പാച്ച് വർക്ക് ചെയ്ത് വൃത്തികേടാക്കിയും. വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ചില റോഡുകൾ കുഴപ്പമില്ല, നല്ല ടാർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ റോഡിൻ്റെ അവസ്ഥ. വണ്ടി കയറുമ്പോഴുള്ള സൗണ്ട് എല്ലാം ഈ വീഡിയോയിൽ തന്നെ കേൾക്കാം. NH66 ഇത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇട സൈഡ് കാണുന്ന പാലത്തിന്റെ അടിയിൽ കുറെ ബംഗാളികൾ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. അവര് പണിയല്ല ചെയ്യുന്നത്, അവര് വെറുതെ ഇരുന്ന് റീലും കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ പാലം പണി അങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര മോശം റോഡ്. കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ലുലു എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. ലുലു മോളാണോ? അല്ല, ലുലു മോളല്ല. ലുലു മോൾ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഹെഡ് ഓഫീസ് ആണത്. ഈ കാണുന്ന നീല ബിൽഡിംഗ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഹെഡ് ഓഫീസ്. അപ്പൊ നമ്മള് പിന്നെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലോട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് സിറ്റിയുടെ ഔട്ടറിലോട്ട് ചെന്നിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായി. പിന്നെയും നമ്മൾ മെയിൻ റോഡിൽ കയറി. മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. മെട്രോ, കൊച്ചി മെട്രോ ട്രെയിൻ.
ട്രാഫിക് സിഗ്നലാണ്. നമ്മൾ ലുലു കഴിഞ്ഞ് വന്നു. ആ കാണുന്ന ബ്രൗൺ ബിൽഡിംഗ് ആണ് ലുലു, റൈറ്റ് സൈഡ്. നമ്മളത് കഴിഞ്ഞ് വന്നു. ഈ മുകളിൽ കൂടെ കാണുന്നതാണ് കൊച്ചി മെട്രോ സർവീസ്. അതിൻ്റെ ബ്രിഡ്ജാണത്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പം നമുക്ക് സിഗ്നലായി, നമുക്ക് നേരെ പോവാം. ഇനി ഒരു 2 കിലോമീറ്ററോട് കഴിഞ്ഞിട്ട് റൈഡിലേക്കാണ് കാണിക്കുന്നത്. കന്യാകുമാരി 313 കിലോമീറ്റർ. ഇവിടെയും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. വലിയ കുഴിയൊക്കെ കുഴിച്ച് പില്ലറൊക്കെ വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ഇനി കുറച്ച് ദൂരം നല്ല റോഡിൽ കൂടി പോകാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇട സൈഡ് ഒബ്രോ മാൾ. നല്ല രസമുള്ള ഒരു റോഡാണ്. ഈ സ്ഥലത്തിന്റെ പേര് ചക്കരപ്പറമ്പ്. നിറച്ച് മരങ്ങളും എല്ലാം ഉള്ള ഒരു റോഡ്. പക്ഷെ ട്രാഫിക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോഴപ്പോഴാ ഓരോ യൂ ടേണുകൾ. ആദ്യം എപ്പം എങ്ങനെ എവിടെ നിന്ന് യൂ ടേൺ എടുക്കും, എവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡ് കയറി വരും, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല.
അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയാണ്. നമുക്കൊരു 2 കിലോമീറ്ററോടെ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ പൻവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേയിലോട്ട് കയറാൻ. ഏതാണ്ട് ഈ ഒരു റോഡ് തീരാറായി എന്ന് തോന്നുന്നു. നമുക്കിനി ഒരു 500 മീറ്റർ കൂടെ ചെന്നിട്ട് വേണം തിരിയാനുള്ളത്. ഇതൊരു ബ്രിഡ്ജാണ്, താഴെ കൂടെ റെയിൽവേ ആണ്. ഇവിടെ നിന്ന് സർവീസ് റോഡ് എടുത്ത് വേണം പോകാൻ. സർവീസ് റോഡ് എടുത്തത് ബ്ലോക്കിൽ ചെന്ന് കിടക്കാൻ വേണ്ടിയാണോ? ബ്ലോക്കാണല്ലോ കാണിക്കുന്നത്. നമ്മൾ വൈറ്റിലെത്തി, വൈറ്റിലെ പാലം, സോറി വൈറ്റിലെത്തി. ഇത് വൈറ്റിലെ ഫ്ലൈ ഓവർ. സിഗ്നൽ ബ്ലോക്കാണ്. നമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമുക്കും ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെയും സൈഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സിഗ്നലായി. ഇവിടെ നിന്ന് റൈറ്റ് ടേൺ ഇല്ലാന്ന് തോന്നുന്നു. റൈറ്റ് ടേൺ റെഡ് അടിച്ചാണ് കിടക്കുന്നത്. ലെഫ്റ്റ് ടേണും സ്ട്രെയിറ്റും മാത്രമാണ് ഉള്ളത് എന്ന് തോന്നുന്നു. നോ റൈറ്റ് ടേൺ. അതെ, നോ റൈറ്റ് ടേൺ, only left turn. അപ്പോൾ നമുക്കിതിലേ കയറി സൗത്ത് പരവൂര് വഴി കയറി ബ്രഹ്മമംഗലം അങ്ങനെ കയറി നമുക്ക് ഏറ്റുമാനൂർ പോവാം. അതാണ് എളുപ്പം. ഏറ്റുമാനൂർ കോട്ടയം കയറണമെങ്കിൽ അതാണ് എളുപ്പം. നല്ല ട്രാഫിക് ഉണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക് ആണ്, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് നേരെ വൈറ്റില മെട്രോ സ്റ്റേഷൻ, വൈറ്റില വാട്ടർ മെട്രോ, വൈറ്റില ബസ് ടെർമിനൽ എല്ലാം ലെഫ്റ്റിലേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇത് ഇന്റർലോക്ക് ഇട്ട റോഡാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് KSEBയുടെ പവർ സ്റ്റേഷനാണ്. ഇതും അത് തന്നെ, ഇതിനകത്ത് ഫുള്ള് നമ്മളിപ്പോൾ കണ്ടത് വൈറ്റിലയിലെ സബ്സ്റ്റേഷനാണ്. KSEBയുടെ വൈറ്റിലയിലുള്ള സബ്സ്റ്റേഷൻ. പോലീസൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സൈറനിട്ട് പോകുന്നുണ്ട്. എമർജൻസി ആണെന്ന് തോന്നുന്നു. ഇത് തൈക്കുടം മെട്രോ സ്റ്റേഷനാണ് ഇവിടെ. നമ്മളിപ്പോൾ അതിൻ്റെ താഴെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൈക്കുടം
മെട്രോയുടെ പില്ലറുകളാണ്. നമ്മളങ്ങനെ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങി. പേട്ട മെട്രോയുടെ താഴെയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തും ഒരു പേട്ടയുണ്ട്, നമ്മുടെ എയർപോർട്ട് റോഡില്. ചാക്ക കഴിഞ്ഞ് പേട്ട, അത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ തമ്പാനൂര് പോകുന്ന വഴിക്ക് ചാക്ക പേട്ട, ഇവിടെയും ഉണ്ടൊരു പേട്ട. നമുക്കിവിടെ നിന്ന് നേരെയാണ് പോവേണ്ടത്. ട്രാഫിക് ലൈറ്റ് ഒന്നുമില്ല, നോ എൻട്രി ആണ്, അതുവഴി നോ എൻട്രി ആണ്. ഇതുവഴി കറങ്ങി വേണം പോകാൻ. പാല, മരട്, കോട്ടയം എല്ലാം നേരെയാണ്. കോട്ടയം അല്ലെങ്കിൽ ഏറ്റുമാനൂർ ലക്ഷ്യമാക്കി അങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇത് മിനി ബൈപ്പാസ്. നമ്മളങ്ങനെ മിനി ബൈപ്പാസിൽ കയറി. സൈഡിലൊക്കെ മലക്കറി വ്യാപാരമൊക്കെ ഉണ്ട്. ഈ റോഡ് നേരെ ചെന്നൊരു ഹോസ്പിറ്റൽ റോഡിലാണ് കയറുന്നത്. താഴെ നല്ല രസമുള്ള ഒരു കായൽ, ടർഫുണ്ട്. കുറച്ച് ദൂരം റോഡെല്ലാം ഇന്റർലോക്കാണ്. ഇവിടെയും വഴിയോര കച്ചവടമുണ്ട്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഈ ഇട സൈഡ് ഒരു തോട് പോലെ വെട്ടി ഇട്ടിരുന്ന് അത് മൊത്തം വെള്ളമില്ലാതെ മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. വല്ലാത്തൊരു കാഴ്ചയാണത്. അത് കാണാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റുമാനൂർ വെള്ളത്തോട്ട്, ശബരിമല പൂത്തോട്ട വെള്ളത്തോട്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈഡിലേക്ക് തിരിയണം. സെന്റ് മേരീസ് മെഡിക്കൽസ്, ചോയ്സ് ബേക്കറി. ഇത് തൃപ്പൂണിത്തുറ ആണ് ഈ സ്ഥലം. നമ്മളവിടുന്ന് റൈഡിലേക്ക് തിരിഞ്ഞു. ഇട സൈഡ് ഒരു ഐ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, കണ്ണാശുപത്രി, അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ട്.
ശിവക്ഷേത്രം. ഈ റോഡും ഇന്റർലോക്കാണ്, കുറേ ദൂരമൊക്കെ ഇന്റർലോക്കാണ്. ഇട സൈഡ് കാണുന്നതൊക്കെ അമ്പലത്തിന്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, അമ്പലം വക ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഏറ്റുമാനൂർ റൈറ്റിലേക്ക് കാണിക്കുന്നു. നമ്മളിപ്പോ കണ്ണൻകുളങ്ങര ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് റൈറ്റ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. വണ്ടിയൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കുവാണ്. എന്തായാലും ഇനിയും കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അങ്ങനെ SN ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാഞ്ഞിരമറ്റം റോഡ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ ഏറ്റുമാനൂരിലോട്ടാണ്. നമുക്കൊരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഡേഞ്ചറസ് കർവ്, ഡ്രൈവ് കെയർഫുള്ളി. ഇതാണ് കാഞ്ഞിരമറ്റം പള്ളി. കാഞ്ഞിരമറ്റം ടൗൺ ആണ്. അത്യാവശ്യം വലിയ ടൗൺ ആണ് കാഞ്ഞിരമറ്റം. അങ്ങനെ നമ്മൾ കാഞ്ഞിരമറ്റം ടൗൺ വിട്ടു. നമ്മളിപ്പോ കാഞ്ഞിരമറ്റം തളിയോലപ്പറമ്പ് റോഡിലാണുള്ളത്. കാഞ്ഞിരമറ്റം റോഡല്ല, നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. ഇത് കാഞ്ഞിരമറ്റം തളിയോലപ്പറമ്പ് റോഡ്. ഇവിടെ ചെറിയ മഴക്കോളുണ്ട്, വെയിലൊക്കെ മങ്ങി. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു പള്ളിയാണ്, ഇജാബ ജുമാ മസ്ജിദ്. ഇവിടെ എല്ലായിടവും കുഴിമന്തിയാണല്ലോ ഹോട്ടൽ. നല്ല കുഞ്ഞു ഹോട്ടലുകളൊന്നും കണ്ടില്ല. നല്ല പുട്ടും ദോശയും അപ്പവും ഇടിയപ്പവും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളൊന്നും കണ്ടില്ല. പക്ഷെ മിക്ക കടകളും പൂട്ടിപ്പോയി. ഈ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമം വന്നപ്പോൾ മിക്ക കടകളും പൂട്ടിപ്പോയി. ചെറിയ ചെറിയ തട്ടുകടകൾ, അവിടെയൊക്കെ കയറി കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റ്. ഗോ സ്ലോ, അമിത വേഗത ജീവന് ആപത്ത്.
ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ചെറിയ അപകടകരമായ ഒരു വളവാണ്, അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു ബോർഡൊക്കെ അവിടെ വച്ചിരിക്കുന്നത്. മാസ് റെസ്റ്റോറൻറ്റ് ഇവിടെ അതിൻ്റെ കുഴിമന്തി, ഷവായി, അൽഫാം അങ്ങനത്തെ ഐറ്റംസേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അരയങ്കാവ് എന്ന് പറയുന്ന ഒരു ടൗണിലെത്തി. ഇത് അത്യാവശ്യം വലിയ ടൗണാണ്. അരയൻകാവ്. നമ്മളിതുവഴിയാണ് പോയത്. നമ്മളിപ്പോൾ സൗത്ത് പനവൂരെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇതുവഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതുവഴി പോയാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റുമാനൂര്, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല അങ്ങനെ അങ്ങ് കയറി പോകാം. മറ്റേ റോഡ് വരാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റോഡ് പണിയൊക്കെ എത്രത്തോളം ആയി എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ റോഡ് എടുക്കാത്തത്. ഇല്ലെങ്കിൽ ആലപ്പുഴ വഴി വരാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, സർവീസ് റോഡൊക്കെ മിക്കവാറും ഒക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇതിലേ അങ്ങ് വന്നത്. അപ്പം അവിടെ ഒരു ഹോട്ടൽ കണ്ടു, റാന്തൽ ഹൗസ്. നമുക്ക് നോക്കാം. ചെറിയൊരു കടയാണ്, അത്യാവശ്യം നല്ല വൈബൊക്കെ ഉള്ള കടയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം.